നമസ്കാരം. വീണ്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിമുറപ്പിലാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത തിരിച്ചടി കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ നേട്ടമല്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇങ്ങനെയൊരു നേട്ടം കിട്ടുക എന്നുള്ളത് കോൺഗ്രസ്സുകാരെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. കോൺഗ്രസ്സുകാരെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു നേട്ടം കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെങ്കിലും വിസിബിളായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടിട്ടില്ല. പക്ഷേ ജയത്തിന് ശേഷം കേരളത്തിലെ മിക്കവാറും ഗ്രാമങ്ങളിൽ കോൺഗ്രസ് കൊടിയും പിടിച്ചുകൊണ്ട് പ്രവർത്തകർ, സ്ത്രീയും പുരുഷനും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പോകുന്നത് കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം തോന്നി. ഇവിടെ രണ്ട് യഥാർത്ഥ ജനാധിപത്യം, CPM-ഉം കോൺഗ്രസും തമ്മിൽ, അല്ലെ CPM-ഉം കോൺഗ്രസും BJP-യും തമ്മിൽ ഒരു ജനാധിപത്യപരമായ മത്സരങ്ങൾ ഉണ്ടാകുന്ന, സംഘർഷമില്ലാത്ത മത്സരങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി ആലോചിച്ച് പോയി. ഈ ആഘോഷം പങ്കുവയ്ക്കാനായിട്ട് ഇവർ വിളിച്ചത് രാഹുൽ ഗാന്ധിയാണ്. എറണാകുളത്ത് വൻ സദസ്സൊരുക്കി പോസ്റ്ററൊക്കെ മഹാപഞ്ചായത്ത്, ഈ മഹാപഞ്ചായത്തെ വിളിച്ചത് രാഹുൽ ഗാന്ധിയെ വിളിച്ചത്. പക്ഷേ ദുശകുനങ്ങൾ ധാരാളം ആണ് ആ പഞ്ചായത്തിൽ നിന്നും പുറത്തേക്ക് വന്നത്. ജനങ്ങളെ ആവേശം കൊള്ളിക്കേണ്ടിയിരുന്ന ഒരു സംഭവമായി മാറേണ്ടതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ, ചില കല്യാണ വീടുകളിൽ കല്യാണ സദ്യക്കിടക്കൊക്കെ ചില പ്രമാണിമാർ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് പോലെ ഇവിടെയും അങ്ങനെ നടന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അത്തരം തെറ്റുകൾ ഇപ്പോൾ തന്നെ തിരുത്തിയില്ലെങ്കിൽ അത് ദൂരവ്യാപകമായി ഫലം ചെയ്യും. ആദ്യത്തെ കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ 50% പേരും നെഞ്ചേറ്റുന്നൊരു നേതാവാണ്. സുധാകരനും സതീശനും കൂടെ വന്നേ പിന്നെയാണ് തളർന്നു കിടന്ന കോൺഗ്രസിന് സ്വല്പമെങ്കിലും ജീവവായി കൊടുത്തത്. പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം വന്നത്ര സജീവമാകാതിരിക്കാൻ പറ്റിയില്ല. മറിച്ച് ഈവൻ തൽക്കാലത്തേക്ക് ഹസനെ പിടിച്ച് താൽക്കാലിക പ്രസിഡൻ്റാക്കി ആരോഗ്യവും ചികിത്സയും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മാറിക്കൊടുക്കാൻ തയ്യാറില്ലാത്തൊരു ഹസനെയാണ് നമ്മൾ കണ്ടത്. ഒന്ന്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം കസേര ഇട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത സീറ്റ് സുധാകരന് കിട്ടേണ്ടി വന്നു. ഉടനെ അവിടെ നിന്നും ആരെ മാറ്റുന്നു? സുധാകരനെ മാറ്റി. അത് ന്യായമായൊരു തീരുമാനം കൂടിയായിരുന്നു. പ്രസിഡന്റ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ രാഹുൽ ഗാന്ധിയുടെ അടുത്തിരുത്തുന്നു. അതിലാർക്കും പ്രതിഷേധമില്ല, പരിഭവമില്ല, പരാതിയില്ല. കാരണം KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അർഹത ആർക്കാണ്? സണ്ണി ജോസഫിനെ തന്നെയാണ്. അതിനാരും ചോദ്യം ചെയ്യുന്നില്ല. വീണ്ടും കാറിൽ കയറി മടങ്ങാൻ തുടങ്ങുമ്പോൾ സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ വന്നാൽ KPCC പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെങ്കിൽ പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയോ പാർട്ടി പ്രസിഡന്റിനോ ആരെങ്കിലും ഒരാളെ കാറിൽ കയറ്റാറുണ്ട്. ഇപ്രാവശ്യം കയറാൻ ചെന്ന VD സതീശനെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശനെ, മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾ സജീവമായി സമൂഹത്തിൽ പറയുന്ന VD സതീശനെ രാഹുൽ ഗാന്ധി കാറിൽ കയറ്റാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി മനഃപൂർവ്വമാണോ അങ്ങനെ ഇരിക്കുന്നത്? അല്ലെങ്കിൽ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നോ കയറ്റരുന്നത്? രണ്ട് സംഭവങ്ങൾ കാണണം. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നോ ഇങ്ങനെ VD സതീശനെ രാഹുലിൻ്റെ കാറിൽ കയറ്റണമെന്ന്? അതിന് ഇവിടുത്തെ ഞാൻ ശവന്തീനി എന്ന് പറയുന്ന ശവന്തീനികളുണ്ട്. അതുകൂടെ ചെവിതീനികളായ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർക്ക് പങ്കില്ലേ? കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പിൽ, അല്ല രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന ചിത്രം NSS-നെയും SNDP-യെയും പിണക്കിയ സതീശൻ, NSS-നെയും SNDP-യെയും പിണക്കിയ സതീശൻ. അതുകൊണ്ട് സതീശനുമായിട്ട് ഇപ്പോൾ കൂടുതൽ ബന്ധത്തിന് പോയാൽ കേരളത്തിലെ കോൺഗ്രസിന് ക്ഷീണം ചെയ്യും എന്നുള്ള വ്യാഖ്യാനമായിരിക്കണം ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് അവതരിപ്പിക്കാൻ പറ്റുന്നവർ ആരാണെന്ന് നമുക്ക് ആലോചിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും എത്തിച്ചത്. ശരിയാണോ? അത് അവതരിപ്പിക്കാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ മറ്റേ വിശദീകരിക്കുക KC വേണുഗോപാലാകാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാകാം, മറ്റാരെങ്കിലും ആകാം, AK ആന്റണിയാകാം, ആരും ആകാം. കോൺഗ്രസ് നേതൃത്വമായി ബന്ധമുള്ളവർ, ഇതിന് ക്ഷമാ മുഹമ്മദ് വരെ ആവാമല്ലോ. പക്ഷേ ഇത് മറക്കാത്ത കാര്യം, ഇങ്ങനത്തെ പെരുമാറ്റങ്ങൾ കോൺഗ്രസിന് എത്ര സ്റ്റേറ്റുകൾ, കൈവെള്ളയിലുണ്ടായിരുന്ന സ്റ്റേറ്റുകൾ നഷ്ടപ്പെട്ടു. ഓർക്കുന്നുണ്ടോ? ആന്ധ്രയിൽ എങ്ങനെയാണ് പോയത്? ആന്ധ്രയിൽ മുഖ്യമന്ത്രിയുടെ പേര് മറന്നുപോയി. കാണാൻ കൂട്ടാക്കാതിരുന്ന രാജീവ് ഗാന്ധി, മുഖ്യമന്ത്രിയെ കാണാൻ കോൺഗ്രസ് മുഖ്യമന്ത്രി എയർപോർട്ടിൽ മുഖം തിരിച്ച രാജീവ് ഗാന്ധി. ആ തീരുമാനം മാത്രം മതിയായിരുന്നു ആന്ധ്രയിലെ ജനങ്ങൾ. ആന്ധ്രയുടെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത്. ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതുജീവൻ നൽകുന്ന പ്രവർത്തനങ്ങൾ VD സതീശനെ അവമാനിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണ കോൺഗ്രസ് സമുദായ പ്രേമികളല്ലാത്ത, സമുദായ കേരളത്തിൽ അഡ്രസ്സ് വെച്ച് വരാൻ തീരുമാനിക്കാത്ത ആൾക്കാരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസിൻ്റെ മഹത്വമാണ് ഇത്രയും കാലം ഇവിടെ കേരളത്തിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ ഒരു കേരള കോൺഗ്രസിലേക്ക് ലയിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കേരള കോൺഗ്രസ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറച്ച് വർഗീയതയ്ക്കെതിരായി നിലപാടെടുക്കുന്ന VD സതീശനെ പിന്തുണയ്ക്കുന്നതിന് പകരം അവഗണിക്കാനാണ് ഇവിടെ ശ്രമിച്ചത്. രാഹുൽ ഗാന്ധി പോലും ശ്രമിച്ചത്. രാഹുൽ ഗാന്ധി അങ്ങനെ ശ്രമിക്കണമെങ്കിൽ അതിന് ഇവിടുത്തെ പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം വ്യാഖ്യാനിക്കുന്ന നേതാക്കന്മാരുണ്ട്. അവരായിരിക്കണം പാണ്ഡവനെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറുന്നവർക്ക്. എന്തുകൊണ്ടാണ്? അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ഭയങ്കരമാണ്. അപ്പോൾ ഇനി രണ്ടാമത് ആൻഡ്വാനിയും ഇത് സ്വർണ്ണക്കള്ളക്കടത്തുകാരുള്ള ബന്ധമുണ്ട്. അതിപ്പോൾ ചിത്രങ്ങളിൽ കൂടെ കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ബന്ധം
പക്ഷേ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ജനങ്ങളൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഇനി പകരം വി ഡി സതീശൻ മത്സരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സണ്ണി ജോസഫ് അവിടെ കണ്ണൂർ ഇലക്ഷൻ അസംബ്ലിയിൽ മത്സരിക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു പുതിയ KPCC പ്രസിഡന്റ് വേണം. ആ സ്ഥാനത്തേക്ക് ഇപ്പോഴേ പറഞ്ഞു കേൾക്കുന്ന പേര് ആൻ്റോ ആൻ്റണിയുടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കേട്ടിരുന്നു. എന്താണ്, താൻ മത്സരിച്ച മണ്ഡലത്തിൽ വോട്ട് കുറയുന്നല്ലാതെ കൂട്ടാൻ ആൻ്റോ ആൻ്റണിക്ക് പറ്റിയിട്ടില്ല. പത്തനംതിട്ട ജില്ലയിലെ ഭൂരിഭാഗം ഒരു സീറ്റ് പോലും കോൺഗ്രസിനെ ജയിപ്പിച്ചെടുക്കാൻ പറ്റാത്ത ആൻ്റോ ആൻ്റണിയെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വെക്കാൻ ആലോചിക്കുന്നവർ ബുദ്ധിയാരാണെന്ന് ആലോചിച്ചു. ആ ബുദ്ധിയാരാണ്? തങ്ങളുടെ ചെൽപ്പടിക്ക് നിൽക്കുന്നത് വേണം. ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്ന എല്ലാ കാലത്തും അങ്ങനെയാണ്. ചെൽപ്പടിക്ക് നിൽക്കുന്ന നേതാക്കന്മാർ വേണം. ഇവിടെ ഉറപ്പുള്ള നേതാവ് വന്നാൽ ഈവൻ സണ്ണി ജോസഫ് ആണെങ്കിലും വി ഡി സതീശനാണേലും ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഈ ഉറപ്പുള്ള നേതൃത്വം വന്നു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് അതുപോലെ ഭരിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഇവിടെ എത്ര പുതിയ ഭാരവാഹികളെ നോമിനേറ്റ് ചെയ്തു? ആരറിഞ്ഞിട്ടാണ്? എന്ത് പ്രവർത്തനം വരികയും ഒരു സമ്മേളനത്തിൽ ചിലപ്പോൾ തങ്ങൾക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് എന്ത് കഴിവുണ്ട്? അത് മറക്കരുത്. പല സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ സംഭവിച്ചത്, കേരളത്തിൽ സംഭവിച്ചത്, കേരളത്തിൽ കരുണാകരനേക്കാൾ പ്രാധാന്യം ടോം വടക്കന് കൊടുക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി ടോം വടക്കൻ അവിടെ നിൽക്കുന്നു, കരുണാകരൻ്റെ അനുയായികൾ അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഹൈക്കമാൻഡ് എന്ന് പഠിച്ചാൽ നന്നായിരിക്കും. ഇവിടെ അതുപോലെ തന്നെ വീണ്ടും വി ഡി സതീശൻ കഴിഞ്ഞ് അതിൻ്റെ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്. വി ഡി സതീശനെ രമേശ് ചെന്നിത്തലയും കൂടെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഇവിടുത്തെ മുഖ്യമന്ത്രി കസേരയാണോ? അതാണ് ഉദ്ദേശിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് എപ്പോഴാണ് പ്രസംഗിക്കാൻ അവസരം കൊടുത്തത്? എത്രയോ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ, ഈ ചെറുപ്രായത്തിൽ മന്ത്രിയായാളല്ലേ. ആ രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ വിളിച്ച് എപ്പോഴാണ് മഹാപഞ്ചായത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചത്? ആലോചിക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് വി ഡി സതീശനായിരിക്കും ചിലപ്പോൾ ചെയ്ത്, വേണുഗോപാൽ ആരുമായിരിക്കാം. പക്ഷേ ഇങ്ങനത്തെ അവഗണനകൾ പരസ്പരം ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഒരു കാലത്തും ശരിയാകില്ല. കോൺഗ്രസിൻ്റെ പതനം പ്രവർത്തകരിൽ കൂടിയല്ല, അവരവരുടെ രക്തം കൊടുത്ത് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ രക്തത്തെ ഊറ്റിക്കൊടുക്കാൻ ഇവർ തയ്യാറാകാതിരുന്നാൽ അത്രയും നല്ലത്. ഓരോ സ്റ്റേറ്റിലെടുത്തു. ബംഗാളിൽ മമതാ ബാനർജി എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സമരനില പിടിച്ചു നിൽക്കുന്നത്. മമതയെ കളഞ്ഞു കോൺഗ്രസ്. നിലനിർത്താൻ പറ്റുന്നുണ്ടോ? മമതയേക്കാൾ പ്രാധാന്യം അധികം രഞ്ജിതവർക്ക് കിട്ടി. അതുപോലെ ചില നേതാക്കന്മാർക്ക് കിട്ടി. ബംഗാളിൽ നിന്നുള്ളവർക്ക് മമതയെപ്പോലുള്ളവരെ പുറത്ത് കളയുക, അധീർ രഞ്ജൻ ചൗധരിയെ പോലെ താലോലിക്കുകയും ചെയ്ത കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡല്ലേ ബംഗാളിലെ കോൺഗ്രസിനെ നശിപ്പിച്ചത്. ആ ഹൈക്കമാൻഡ് ഉപദേശം കൊടുത്തവരാരാ? അന്നുണ്ടായിരുന്ന അഹമ്മദ് പട്ടേൽ, AK ആന്റണി, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് പകരം KC വേണുഗോപാൽ വന്നിരിക്കുന്നു. അദ്ദേഹമാണ്, KC വേണുഗോപാലാണ് കേരളത്തിൻ്റെ യഥാർത്ഥ പിക്ചർ. യഥാർത്ഥ ജനങ്ങളിൽ മേൽ സ്വാധീനമുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ആരല്ല എന്തെല്ലാം പറഞ്ഞാലും അത് വി ഡി സതീശനാണ്. സുധാകരൻ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ സുധാകരനായിരുന്നേനെ. അതിലൊക്കെ അവർ കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ളവർ വരുന്നുള്ളൂ. പിന്നുള്ളത് ഇവിടെ രമേശ് ചെന്നിത്തല. അതും കഴിഞ്ഞ് വളരെ പുറകിലാണ് KC വേണുഗോപാൽ. ഞാൻ വലിയ പുള്ളിയാണെന്ന് അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല. ആകണമെങ്കിൽ ജയിക്കണം. താൻ ചുമതല വഹിച്ച സംസ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് പറയാം. അങ്ങനെക്കുറിച്ച് പറയുന്ന കുറ്റം കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മഹാരാഷ്ട്രയുടെ ചാർജ് അങ്ങനെക്കായിരുന്നു. അതുപോലെ വേണുഗോപാലിനും ചാർജുള്ള സ്റ്റേറ്റുകളുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചവിടെ? ഈ രണ്ട് അഖിലേന്ത്യന്മാരും പൊളിയാണ് ചെയ്തത്. രമേശ് ചെന്നിത്തല ആലപ്പുഴ, വേണുഗോപാലിൻ്റെ ആലപ്പുഴ. ഇത്തവണ ഈ ഇടതുപക്ഷത്തിന് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ ഏക ജില്ല, കാര്യമായി നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ ഏക ജില്ല, ഒറ്റ മുനിസിപ്പാലിറ്റി മാത്രമേ അവിടെ കിട്ടിയുള്ളെങ്കിൽ പോലും മുനിസിപ്പാലിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ ജില്ല ആലപ്പുഴയാണ്. എങ്ങനെയാണ് സാധിച്ചത്? ഏറ്റവും പ്രഗത്ഭന്മാരായ രണ്ട് നേതാക്കന്മാർ, അതായത് ഹൈക്കമാൻഡ് നേതാക്കന്മാർ നിലകൊള്ളുന്ന ജില്ലയാണ്. ഇതൊക്കെ പഠിക്കണ്ടേ? ഇതൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ കാണില്ലേ? ആലോചിക്കില്ലേ? CR മഹേഷിനെ ആ സ്റ്റേജിൽ കണ്ടില്ലല്ലോ. ഒറ്റയ്ക്ക് വെറുതെ ജയിച്ചവനാണ് അവൻ, അല്ലേ? അങ്ങനെ ജയിക്കാൻ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട് കോൺഗ്രസ്സുകാർക്ക്? CPM-ൻ്റെ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ബന്ധങ്ങളില്ലാത്ത ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചിട്ടില്ല. അങ്ങനെ ആ സ്ഥലത്താണ് CR മഹേഷ് ഇലക്ഷന് ജയിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ, ഇവിടുത്തെ മഹാപഞ്ചായത്തിൻ്റെ സ്റ്റേജിൽ ആദ്യം കാണേണ്ടത് മഹേഷിനെയാണ് കാണേണ്ടത്. അതിന് പുറകിലേ ഉള്ളൂ ബാക്കിയെല്ലാം. ഒന്നുമല്ലാത്ത സമയത്ത് അപ്പോൾ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ പറ്റാത്ത ആറാട്ടുമുണ്ടന്മാരായ അല്ലെ ചെവിതീനികളായ നേതാക്കന്മാരെ ഇനി ചുമക്കാനാവാമെങ്കിൽ, ബംഗാളിലെ കാര്യം പറഞ്ഞു, തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞു, അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. രാജശേഖർ റെഡ്ഡിയെ മാറ്റി കഴിഞ്ഞപ്പം ആന്ധ്രയിൽ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടു, ഇല്ലേ? ഇപ്പോൾ തെലങ്കാന വീണ്ടും തൽക്കാലം തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നാളെ എപ്പോൾ കളയുമെന്ന് അറിയത്തില്ല. മഹാരാഷ്ട്ര എന്താ സംഭവിക്കുന്നത്? പവാറിനേക്കാൾ വലിയൊരായിട്ടും പലരെയും കൊണ്ടുവന്നു. അവസാനം പവാർ പോയി, കോൺഗ്രസും പോയി. ഉത്തർപ്രദേശിൽ എന്താ സംഭവിച്ചത്? എത്രയോ നേതാക്കന്മാരെ കളഞ്ഞു. എന്തിനാണ് കളഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ കാര്യം ഹൈക്കമാൻഡിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു പറ്റം വിധേയരെ മാത്രമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഉണ്ടായി വരുന്ന ഭാവി ഏത് സമയത്തും ഇല്ലാതാകും. അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു ചെറിയ പ്രസിദ്ധീകരണം, പുനർവായനുള്ള ഒരു കാര്യം എഴുതി. മോഡിയെ കുറ്റപ്പെടുത്തി വിമർശിച്ചുകൊണ്ട് മോഡിയുടെ ജയം ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ മോഡിയെ വിമർശിക്കുന്നതായിട്ട് പരസ്യമായി കാണിക്കുകയും വേണം. എന്നാൽ മോഡി ജയിച്ചാലും കുഴപ്പമില്ല എന്ന് ഭാവിക്കുന്ന കുറേ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ഹൈക്കമാൻഡ് നേതാക്കൾ തൊട്ട് പിണറായി വിജയൻ വരെ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്
അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവർക്കൊരിക്കലും ഇപ്പോൾ അധികാരത്തിൽ വരാൻ പറ്റുന്നില്ല, കേന്ദ്രത്തിൽ വരാൻ പറ്റുന്നില്ല എന്നുള്ള ധാരണയിൽ പോകുന്ന നേതാക്കന്മാർ മോഡി തന്നെ തുടർന്നോട്ടെ, തങ്ങളുടെ താല്പര്യങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ. ഇനി വീണ്ടും വാർത്തകൾ വരുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ. എറണാകുളത്ത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ തന്നെ തുടങ്ങി. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറപ്പുള്ള ജില്ല ഇതാണ്. ഇവിടെ മുന്നണിയെ തകർക്കണമെങ്കിൽ, ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് കടിഞ്ഞാനിടണമെങ്കിൽ എറണാകുളത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള അത് ഇവിടെ തുടങ്ങി വെച്ച മീറ്റിംഗ് തുടങ്ങി വെച്ച അതാണ്. അതിന് ശേഷം ബാക്കി ആവർത്തിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ പറയാൻ വിട്ടുപോയാലുണ്ട്, ശശി തരൂരിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്. രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തരൂരിൻ്റെ മൈക്ക് കൊടുത്തു. ഇന്ന് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുഖം ശശി തരൂരാണ്. അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ചാണെങ്കിലും ദേശീയ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ ആർക്കാണ് സംസാരിക്കാൻ പറ്റുന്നത്? അലറി വിളിക്കലല്ല പ്രസംഗം. രാഷ്ട്രീയ പ്രസംഗം എന്ന് പറയുന്നത് കാര്യങ്ങൾ പറയുകയാണ്. രാഹുൽ ഗാന്ധി പറയും, തരൂർ പറയും, വേറെ ആരുണ്ടോ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ തൽക്കാലം പറയും, വി.ഡി. സതീശൻ ചിലപ്പോൾ പറയും, വേറെ ഏത് നേതാവുണ്ട് എന്ന് പറയാമോ? എന്നിട്ടാണ് കോൺഗ്രസിനെ ഇനിയും വീണ്ടും കശാപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപറ്റ ആൾക്കാർ വെള്ളക്കതറുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിന് തിരിച്ചടി കൊടുക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.